പെട്രോൾ അടിക്കാൻ പൈസ ഇല്ല. അപ്പോൾ എൻ്റെ ഒരു അന്ന് ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഷീബയാണ് എനിക്ക് 100 രൂപ അങ്ങോട്ട് തരുന്നത്. അപ്പോൾ ആ പൈസ മേടിച്ചിട്ട് ഞാനിങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് ഞാൻ അക്ഷരാർത്ഥം ചിന്തിച്ചിട്ടുണ്ട് ഈ വണ്ടി അവിടെ പോയി ഇടിച്ചിരുന്നില്ല. 2000, 2001, 2002 ആ സമയത്തൊക്കെ ഞാൻ ഒരു ദിവസം 3 സീരിയലൊക്കെ അഭിനയിച്ചു. അതേ ഞാൻ 2001 കഴിഞ്ഞ് 2002 കടക്കുന്ന സമയത്ത് എല്ലാം നിന്നു, ഒരു വർക്കും ഇല്ല. പിന്നെ നമ്മൾ അഡ്വാൻസ് കൊടുത്ത പൈസയിൽ നിന്ന് വാടക പിടിച്ചു തുടങ്ങി. അവിടെ നിന്ന് ഇറങ്ങേണ്ട സമയമൊക്കെ ആയി. അപ്പോൾ എന്ത് വേണമെന്ന് അറിയില്ല. പലരെയും വിളിക്കുന്നുണ്ട്, പക്ഷെ പലരും വർക്ക് തരുന്നില്ല. ആ ഒരു സമയത്ത് അനീഷിന്റെ മനസ്സിൽ എത്ര പ്രതീക്ഷയോടെ ആയിരിക്കും അന്ന് ആ സെറ്റിൽ എത്തിയിട്ടുണ്ടാവും. മമ്മൂക്കയാണല്ലോ നായകൻ. അപ്പൊ ഞാൻ അവിടെ പോയി അഭിനയിച്ചു. ഒരു പാട്ട് സീൻ പോലൊരു സീനായിരുന്നു. ഞാൻ അഭിനയിച്ചു, വന്നു, എല്ലായിടത്തും പറഞ്ഞു. പക്ഷെ ആ സിനിമ വന്നപ്പോ ആ സീനിൽ ഞാൻ ഉണ്ടായില്ല. അപ്പൊ അങ്ങനത്തെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഞങ്ങൾ ഒരേപോലെ അഭിനയിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഒരു ഫ്രണ്ടും ഞാനിവിടെ അഭിനയിച്ചിട്ടുണ്ട്. അയാളുടെ ഒരു സീരിയലിൽ ഞാൻ ഗസ്റ്റായിട്ട് അഭിനയിക്കുമ്പോൾ പുള്ളിയുടെ ഒരു പെരുമാറ്റം പോലെ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഓർമ്മയിലുണ്ടോ ഏത് പ്രായത്തിലാണ് ഇത്രക്ക് ഇങ്ങനെ ഒരു തലയിലേക്ക് ഇത് ഒരു സ്പിരിറ്റ് ഇങ്ങനെ വന്ന്? എല്ലാരും പറയും 2 ട്യൂബ് വലിച്ചു കിട്ടിയാൽ അവിടെ പോയി നിൽക്കും പറയും. എവിടെ പാടാൻ പറഞ്ഞാൽ അവിടെ പാടും, അഭിനയിക്കും, മോണാക്ട് എല്ലാം ചെയ്യും. ഞങ്ങളുടെ നാട്ടില് കുന്നുവിള ക്ഷേത്രമുണ്ട്. കുന്നുവിള ക്ഷേത്രത്തില് ഒരു നാടകം കളിക്കും. അന്നൊരു പോലീസുകാരൻ അഭിനയിക്കുന്നത്. അപ്പോൾ അതിൽ ഒറ്റ ചെറു ഞാനാ. അങ്ങനെ പോലീസുകാരൻ അഭിനയിക്കുന്നു. എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എനിക്ക് ഓർമ്മയുള്ളത് ആ നാടകം കഴിഞ്ഞ സമയത്ത് അവിടുത്തെ എല്ലാവരും ചേട്ടന്മാരെല്ലാം വന്ന് എന്നെ പൊക്കി എടുത്തിട്ട് കൊണ്ട് നടന്ന് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ പിറ്റേ ദിവസം ഞങ്ങളുടെ ജംഗ്ഷനിൽ ശിവാനന്ദ മാമൻ എന്നൊരു മാമനുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഒരു ചായക്കട ഉണ്ടായിരുന്നു. ആ ചായക്കടയിൽ എന്നെ ഞാൻ വൈകുന്നേരം പോയപ്പോൾ എന്നെ വിളിച്ചിട്ട് ഒരു പഴകുണ്ട് തന്നു. അതാണ് എൻ്റെ ആദ്യത്തെ സമ്മാനം. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹലോ, മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സല്ലാപത്തിലേക്ക് സ്വാഗതം. ഇന്ന് സല്ലാപത്തിൽ എന്നോടൊപ്പം സല്ലപിക്കുന്നത് ഏകദേശം മോർ ദാൻ 20 years, 20 to 30 years ആയിട്ട് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു മുഖമാണ്. നമ്മൾ രസിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആക്ടറാണ്. സെയിം ടൈം കോമഡിയും അതേപോലെ തന്നെ അതേ സമയത്ത് തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറും ഒരേ സമയം ഈ നല്ല ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു താരവും കൂടിയാണ് അദ്ദേഹം. പിന്നെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് തുടങ്ങിയതൊരു നാടകത്തിൽ നിന്നും അവിടെ നിന്നും മിമിക്രിയിലേക്ക് എത്തി, അവിടെ നിന്നും സീരിയലിലേക്ക് എത്തി. ഇതിനിടയിൽ കുറച്ച് ആങ്കറിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഇപ്പോൾ അദ്ദേഹം സിനിമയിൽ എത്തി വന്ന് നിൽക്കുകയാണ്. ആൻഡ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് സീരിയലുകളിൽ തന്നെയും 1000 എപ്പിസോഡുകൾ കംപ്ലീറ്റ് ചെയ്ത മിന്നുകെട്ട്, കാര്യം നിസ്സാരം, അളിയൻ വേഴ്സസ് അളിയൻ, അത് അളിയൻസ്, അങ്ങനെ 3 സീരിയലുകളുടെ അതും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പറ്റിയ അങ്ങനെ ഭാഗ്യം ലഭിച്ച ഒരു താരമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്, ശ്രീ അനീഷ് രവി. യെസ്, വളരെ 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 സന്തോഷം. സുഖമായിട്ടിരിക്കുന്നു? സന്തോഷമായിട്ടിരിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ശരിക്കും ഒരുപാട് ആഗ്രഹിച്ചു സിനിമയുടെ ഭാഗമാവാനും അല്ലെങ്കിൽ ആക്ടിങ്ങിന്റെ ഒരു ഭാഗമാകാനും. അതിലേക്കുള്ള ആ വഴിയൊന്നും തന്നെ എന്നാൽ അത്ര ഈസി ആയിരുന്നില്ല. ഒരുപാട് ഓഫറുകൾക്ക് വേണ്ടിയിട്ട് അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷെ അന്വേഷിച്ചു പോയപ്പോഴൊന്നും നമുക്ക് വേണ്ടതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. കിട്ടിയതിൽ സംതൃപ്തനാവുകയായിരുന്നു. പക്ഷെ എന്നാലും ഇപ്പൊ പറയുന്ന പോലെ 1000 എപ്പിസോഡുകൾ കംപ്ലീറ്റ് ചെയ്ത, അതും ഇൻഡസ്ട്രിയിൽ തന്നെ മിന്നുകെട്ട്, ആ സമയത്ത് ഏറ്റവും ഹിറ്റ് സീരിയലാണ്. സൂര്യലല്ലായിരുന്നോ അല്ലെ? അതിനുശേഷം കാര്യം നിസ്സാരത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് കോമഡി സീരിയൽ കൈരളിയുടെ തന്നെ ചരിത്രത്തിലെ അവർ പറഞ്ഞാൽ അവരുടെ ഫസ്റ്റ് നിൽക്കുന്ന കാര്യം നിസ്സാരം. പിന്നെ അളിയൻ വേഴ്സസ് അളിയൻ, അമൃതയില് ഇപ്പൊ കൗമുദിയിലെ അളിയൻസിലേക്ക് വന്ന് നിൽക്കുന്നു. അങ്ങനെ ഇത്രയും ഒരു ഇതൊക്കെ ആവാൻ പറ്റുക എന്ന് പറയണതും, അതും വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു ആക്ടറായിട്ട് നിൽക്കുക, ആൾക്കാര് റിസീവ് ചെയ്യുക, ഇതൊക്കെ വലിയൊരു കാര്യം. വലിയ സന്തോഷമാണ് തീർച്ചയായിട്ടും. നമ്മൾ ഈ പറഞ്ഞ പോലെ ആ ഒരു ഭാഗ്യം, ഈ 3000ങ്ങളുടെ ഭാഗമാകാൻ കഴിഞ്ഞുള്ളതാണ് ഏറ്റവും. അതൊരു വലിയ ഭാഗ്യമാണ്. കാരണം 1000 എപ്പിസോഡ് തയ്ക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. മലയാളത്തിലെ ആദ്യത്തെ 1000 എപ്പിസോഡ് പോയ സീരിയലായിരുന്നു മിന്നുകെട്ട്. അതിന്റെ ഭാഗമായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള 1000 പോകുന്നത് കാര്യം നിസ്സാരമായിരുന്നു. അതിൽ ഞാനൊരു നായകൻ. അത് കഴിഞ്ഞ അളിയൻസ് അതിൽ നായകനാണ്. അപ്പൊ അതും ഒരു 1000 കഴിഞ്ഞ ടോട്ടൽ എടുക്കുകയാണെങ്കിൽ 1700 എപ്പിസോഡായി. അപ്പൊ അതൊരു വലിയ ഭാഗ്യം. ഈ പറഞ്ഞ കണക്ക് നമ്മള് 100 ക്ലബിൽ കയറും പോലെ 1000 ക്ലബില് അതും എത്ര സീരിയൽ ആക്ടേഴ്സ് ഉണ്ട് അങ്ങനെ കയറി എന്ന് പറയാനായിട്ട്. അതിങ്ങനെ പറയാൻ ആർക്കും തന്നെ എനിക്ക് തോന്നുന്നു 3 എണ്ണത്തിലും കയറി എന്ന് പറയാൻ എന്റെ അറിവിൽ ആരുമില്ല. അവിടെയാണ് അനീഷ് ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇത്രത്തോളം ആഗ്രഹിച്ച ഒരാൾക്ക് ദൈവം ഇപ്പൊ ഇത്രത്തോളം തന്നിരിക്കുന്നു. പക്ഷെ ഇതിലൊക്കെ നേടിയെടുത്ത ആ ഒരു ജേർണിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എനിക്കറിയാം തുടക്കമൊക്കെ ഒരുപാട് സ്ട്രഗിൾസും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഹാർഡ്ഷിപ്സ് ഒക്കെ ഫേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോ പറഞ്ഞ ഈ 1000 കോടി ക്ലബിൽ
ഗ്രൗണ്ടിലേക്കൊക്കെ എത്തിയത്? നമുക്കൊന്ന് തിരിഞ്ഞു നോക്കി അവിടെ നിന്നുള്ള ആ ഒരു യാത്രയിൽ നിന്ന് വരാം. തുടക്കം നാടകത്തിൽ നിന്നായിരുന്നു. ഞങ്ങളുടെ നാട്, എന്റെ നാട് ചിറയൻകീഴാണ്. ചിറയൻകീഴ് ശാർക്കര ദേവി ക്ഷേത്രത്തിനടുത്തുള്ള മഞ്ചാടിമൂട് എന്നൊരു സ്ഥലം. പ്രേംനസീർ സാറിന്റെ നാടാണ്. അപ്പൊ സാറിന്റെ വീടിന് കുറച്ച് മാറിയിട്ടാണ് ഞങ്ങൾ. മഞ്ചാടിമൂട് തന്നെയാണ് അദ്ദേഹം. കണ്ടിട്ടില്ല. അപ്പൊ അവിടെ ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു, ദേശപ്രേമി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നൊരു ക്ലബ്ബ്. അങ്ങനെ നാട്ടില് അന്ന് ഈ പറഞ്ഞ പോലെ ക്ലബ്ബുകളാണ്. ഓണം വരുമ്പോ, ക്രിസ്മസ് വരുമ്പോ ഒക്കെ, ആഘോഷങ്ങൾ വരുമ്പോൾ നാട്ടിലെ ക്ലബ്ബുകൾ ഉണ്ടാവും. ആ ക്ലബ്ബുകളിൽ മത്സരങ്ങൾ ഉണ്ടാവും, കലാമത്സരങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ കലാമത്സരങ്ങളൊക്കെ പങ്കെടുത്താണ് ആദ്യം കുഞ്ഞു നാടകങ്ങള്, ചെറിയ പാട്ട്, കവിത, അതൊക്കെ ചൊല്ലി. അപ്പൊ അന്നേ നാട്ടുകാരുടെ ഇടയിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട അല്ലേ? എല്ലാവരുടെ ഇടയിൽ ഷൈൻ ചെയ്ത് അവിടുത്തെ ഗേൾസിന്റെ. പക്ഷെ അത് നാട്ടിലെ ഗേൾസ് അങ്ങനെ ഒരു മീൻസ് അങ്ങനെ അല്ല എന്നല്ല, അതൊക്കെ തിരിച്ചറിവ് തുടങ്ങുന്നത് വലുതായിട്ടതിന് ശേഷം. നമ്മൾ സ്കൂൾ കോളേജുകളിലേക്ക് എത്തുമ്പോഴാണ് ഗേൾസിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നുള്ളതൊക്കെ. പക്ഷെ അതിനു മുമ്പ് അതൊന്നും അറിയില്ല. ഒറ്റ ചിന്തയേ ഉള്ളൂ, അഭിനയിക്കുക എന്നുള്ള ചിന്ത മാത്രമേ. അഭിനയിക്കുക, പാട്ട് പാടുക. എല്ലാരും പറയും 2 ട്യൂബ് വലിച്ചു കിട്ടിയാൽ അവിടെ പോയി നിൽക്കുമെന്ന് പറയും, വീട്ടുകാർക്കൊക്കെ പറയും. അന്നേരമൊക്കെ ഈ നാടകം ചെയ്യുമ്പോഴൊക്കെ മുന്നിൽ സീരിയൽ, സിനിമ ഒക്കെ അന്നേരം മനസ്സിലുണ്ടോ? അതോ ഇങ്ങനെയൊക്കെ അഭിനയിച്ച് സിനിമ തന്നെയാണ്. ഇതിനിടയിലൊക്കെ സിനിമയുടെ ചാൻസ് വെച്ചൊക്കെ പലയിടത്തും പോകുന്നുണ്ട്. സിനിമയുടെ തലയില് പ്രൊഫഷണൽ നാടകത്തിൽ വന്നതിന് ശേഷം കാലടി ജെയിൻ ചേട്ടൻ ഉണ്ടായിരുന്ന സമയം ലീല ചേച്ചിയൊക്കെ കേരളത്തിലാണ് ഞാൻ ആദ്യം അലി അക്ബർ സാറിനെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ അലി അക്ബർ സാറിനെ പരിചയപ്പെടാൻ പോകുന്ന സമയത്ത് ഞാൻ പാഠഭേദം എന്നൊരു സീരിയൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ചെന്ന് അഭിനയിച്ചപ്പോ അതിലും ഈ കൂട്ടത്തിലൊക്കെ നിൽക്കുന്ന, നമ്മൾ പറഞ്ഞു കേട്ടില്ലല്ലോ, മരണ വീട്ടിൽ നിൽക്കുന്ന, അങ്ങനെ തന്നെയായിരുന്നു അക്ഷരാർത്ഥം. പക്ഷെ എന്റെ കയ്യിൽ ഇത്ര സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്, പലയിടത്തും കിട്ടി, അതിനെ കൊണ്ട് കാണിക്കും ഞാൻ ഇപ്പോൾ. പക്ഷെ അവസരങ്ങളില്ലല്ലോ. അപ്പൊ അന്നാണ് ഇന്ദ്രൻ ചേട്ടൻ അതിനകത്ത് കൊടക്കമ്പി എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് ചെയ്ത് വരുന്നത്. അത് കൊടക്കമ്പി ചെയ്തത് നമ്മുടെ മാനത്തെ കൊട്ടാരത്തിലെ അതിന് തൊട്ട് മുമ്പ് ചെയ്ത പാഠഭേദം എന്നൊരു സീരിയലായിരുന്നു അലി അക്ബർ സാറിന്റെ. അപ്പൊ ഞാനും പുള്ളിയും കൂടെ ഒരുമിച്ചാണ് ഇവിടുന്ന് കിഴക്കേക്കോട്ടെ ബസ്സിൽ കയറി തിരുവല്ല പോകുന്നത്. അപ്പൊ ഞാനൊക്കെ അവിടെ പോയിട്ട് മരണത്തിൽ വീട്ടിൽ സൈഡിലൊക്കെ ഇങ്ങനെ നിൽക്കുക, അതൊക്കെ തന്നെ ആയിരുന്നു പരിപാടി. കാല് കാണുക, കൈ കാണിക്കുക ഒക്കെ ആയിരുന്നു. പക്ഷെ അതേ അലി അക്ബർ സാറിന്റെ അടുത്ത ഒരു പ്രോജക്റ്റ്, ഒരു അറബ് സീരിയൽ വന്നപ്പോൾ ഞാനാണ് സെന്റർ ക്യാരക്ടർ ചെയ്തത്. ഇങ്ങനെ കുറെ സംഭവങ്ങൾ എന്റെ ജീവിതത്തില്. പക്ഷെ ഇത്രയും അധികം അതിനു മുമ്പേ സംസ്ഥാന അവാർഡ് പലപ്പോഴും വാങ്ങിയിട്ടൊക്കെയാണ് ഇതുവരെ എത്തിയിരിക്കുന്നതെന്ന് ആലോചിക്കണം. ഇതിനു മുമ്പ് പല വെന്യൂവിൽ എത്രയോ ആയിരക്കണക്കിന് ജനങ്ങളുടെ മുമ്പിൽ പെർഫോം ചെയ്തൊരു വ്യക്തി ഈ ഒരു ഇതിലേക്ക് വന്നപ്പോൾ ഇതുപോലെ മരണ വീട്ടിലെ ക്രൗഡിന്റെ ഇടയിൽ ഒരാള്, അല്ലെങ്കിൽ വേറെ കുറെ ആൾക്കാർക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പോലും മനസ്സിലാവില്ലാത്ത അങ്ങനെ ക്രൗഡിന്റെ ഇടയിൽ വന്ന് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന നാട്ടുകാരില് പ്രായത്തിനൊത്ത ആ യങ്സ്റ്റേഴ്സ് ഒക്കെ ഉള്ളപ്പം അവരുടെ ഇടയിൽ നിന്ന് കളിയാക്കലോ എന്റെ അതായത് ഞാൻ 10th കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് പ്രീ ഡിഗ്രി സമയം, ആ സമയത്തൊക്കെ എന്നെ 1-2 പേര് ഇങ്ങനെ കളിയാ. കാരണം ഞാൻ ബലിക്കാക്കൾ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമിൽ ആ സമയത്ത് അഭിനയിച്ചിരുന്നു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ഷോർട്ട് മൂവി ആയിട്ട് വരുന്നത്. അപ്പോൾ അത് അഭിനയിക്കുന്ന സമയത്ത് ആരോ ഇതുപോലെ പറഞ്ഞു, എൻ്റെ ഫ്രണ്ട്സിന്റെ അവരൊക്കെ പറഞ്ഞു, അയ്യോ അനീഷ് പോയി, അവർ കളിയാക്കി പറഞ്ഞു, ഫ്രണ്ട് പോടാ എന്ന് പറഞ്ഞു. അത് കേട്ടത് എനിക്ക് വലിയ വിഷമായിരുന്നു. അയ്യോ പോയെന്ന് പറഞ്ഞപ്പോൾ അതൊരു പെൺകുട്ടിയാണ് പറഞ്ഞു എന്നോട്, അവളുടെ അമ്മയൊക്കെ അവളെ കളിയാക്കി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ വിഷമമായത്. അതിപ്പോ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് തലവര, നമ്മുടെ അർജുന്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മൂവി ഉണ്ട്. അതിനകത്ത് ഇത്തരത്തിൽ ഇങ്ങനെ അഭിനയ മോഹമായിട്ട് നടക്കുന്ന ആൾക്കാരിൽ അവസാനം അവരെ കൊണ്ടുപോയി ക്രൗഡിലാണ് പ്ലേസ് ചെയ്തിട്ട്, ക്രൗഡിലേക്ക് അവരെല്ലാവരും സെലക്ടർ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വലിയായിട്ട് സിനിമയിൽ ചാൻസ് കിട്ടിയല്ലോ എന്ന് ഓർത്തിട്ട് ചെല്ലുമ്പോൾ അവരെ ഇതേപോലെ ഒരു ക്രൗഡിനകത്താണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വരുന്ന അവരുടെ ഉള്ളിലത്തെ വിഷമം അത് ആ സിനിമയിലൂടെ കറക്റ്റ് കാണിച്ചു പോകുന്നുണ്ട്. ഇപ്പൊ അനീഷ് പറയുമ്പോൾ ആ ഒരു ഫീല് എന്താ പറയാ, മറ്റുള്ളവർ കാണുമ്പോൾ കളിയാക്കും, പക്ഷെ ആ ഒരു സമയത്ത് അനീഷിന്റെ മനസ്സിൽ എത്ര പ്രതീക്ഷയോടെയായിരിക്കും ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് അഭിനയിക്കുന്നത്. പക്ഷെ പിന്നീട് ഈ പറഞ്ഞ പോലെ അതില്ലായിരുന്നു. അത് കഴിഞ്ഞ് സിനിമയിൽ ഞാൻ ഞങ്ങളുടെ നാട്ടിൽ ഇലവങ്കോട് ദേശത്തിന്റെ ഷൂട്ട് നടന്നു. അപ്പോൾ ഇതുപോലെ തന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവമാണ്, ഒരു സംഭവം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കടത്തുകാരനായിട്ട്, അപ്പോൾ മമ്മൂക്കയാണല്ലോ നായകൻ. അപ്പോൾ ഞാൻ അവിടെ പോയി അഭിനയിച്ചു. ഒരു പാട്ട് സീൻ പോലൊരു സീനായിരുന്നു. ഞാൻ അഭിനയിച്ചു, വന്നു, എല്ലായിടത്തും പറഞ്ഞു. പക്ഷെ ആ സിനിമ വന്നപ്പോൾ ആ സീനിൽ ഞാൻ ഉണ്ടായില്ല. അപ്പൊ അങ്ങനത്തെ കുറെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെ, വേദനകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഞാൻ അതിനൊക്കെ വളരെ പോസിറ്റീവായിട്ട് കണ്ടു. ഞാൻ വേറെ ഒരുവിധം അറിയപ്പെട്ട് തുടങ്ങിയതിന് ശേഷം തന്നെ, അഭിനയിച്ച് തുടങ്ങിയതിന് ശേഷം തന്നെ വേറൊരു കൊച്ചിയിൽ തന്നെ ഒരു മൂവിക്ക് എന്നെ വിളിച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്ത് പറഞ്ഞു, എല്ലാം പറഞ്ഞു. അപ്പം ഞാൻ കുറച്ച് വേറെ എൻ്റെതായ, അന്ന് നമ്മൾ കുറച്ച് കോസ്റ്റ്യൂംസ് ഒക്കെ നമ്മൾ തന്നെ കരുതണമല്ലോ, സാധാരണ നോർമൽ സെറ്റപ്പ് സിനിമകളാണല്ലോ. അപ്പം ഞാൻ ഇതൊക്കെ തയ്യാറായിരിക്കുമ്പോൾ അപ്പം അന്ന് നമ്മുടെ വീട്ടിൽ ഫോണില്ല.
അപ്പം ഞാൻ അന്ന് ആ സമയത്ത് PP ആണ്, പ്രൈവറ്റ് ഫോൺ എന്ന് പറയാം, ബന്ധുവിൻ്റെ വീട്ടിലോ അടുത്ത വീടുകളിലൊക്കെയാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ ഇവരെ വിളിച്ച കിട്ടുകയില്ല, എനിക്ക് കോൺടാക്ട് ചെയ്യാനും പറ്റുന്നില്ല. പക്ഷെ പിന്നീട് ഞാൻ എൻ്റെ കോളിലേക്ക് കുറേ നേരം കാത്തിരുന്നിട്ടും ഇവർ വിളി വരുന്നതേ ഇല്ല. ഒരുപാട് പിന്നെ ഒരു ബൂത്തിൽ നമ്പർ കൊടുത്തിരുന്നു. ഞങ്ങളുടെ കൃഷ്ണൻകുട്ടി എന്ന ചേട്ടനുണ്ടായിരുന്നു. അന്ന് STD ബൂത്തൊക്കെ ധാരാളം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ കടകത്തെ കൃഷ്ണൻകുട്ടി ചേട്ടൻ്റെ ബൂത്തിൽ ഞാൻ കുറേ നേരം ഇരുന്നു. രാത്രിയിൽ ഇരുന്നിട്ടും കോള് വരാത്തപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ പറ്റിയെന്ന് മനസ്സിലായി. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ഷൂട്ട് തുടങ്ങി കഴിഞ്ഞു, വേറൊരാൾ അഭിനയിച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമുണ്ട്. അതിനുശേഷം ഞാൻ പ്രൊഡ്യൂസറായി, ഞാൻ സംവിധായകനായി, ഞാൻ എഴുത്തുകാരനായി. ഇപ്പോഴും ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇല്ലെങ്കിൽ ഇല്ലെന്നങ്ങ് പറഞ്ഞാൽ പോരെ അല്ലേ? എന്തിനാണ് നമ്മള് നമ്മുടെ പ്രൊഡക്ഷനിൽ പോലും നമ്മൾ പറയാറുണ്ട്, ഇല്ലെങ്കിൽ അവരുടെ അടുത്ത് പറയുക. ഇപ്പൊ എന്നോട് തന്നെ ആളുകൾ പെണ്ണു ചേട്ടാ ഡേറ്റ് മാറ്റിയാടാ തന്നെ, ഓക്കെ കുഴപ്പമില്ല, പറഞ്ഞോ കുഴപ്പമില്ല. കാരണം അത് അവർക്ക് അവരുടേതായ ചില കാരണങ്ങളുണ്ടാവും. അത് നമുക്ക് അത് പറഞ്ഞാൽ മതി. കാരണം ഞങ്ങൾക്കൊക്കെ മനസ്സിലാവും, ഒരു പക്ഷെ പുതിയ ആൾക്കാർക്ക് മനസ്സിലാവില്ലായിരിക്കും. അനീഷിന്റെ ഫസ്റ്റ് എന്താ പറയാ ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു അത്. അതിലും ഇതേപോലെ സുധീഷ് ഏട്ടൻ ചെയ്യേണ്ട ഒരു ക്യാരക്ടർ ആയിരുന്നു. അവിടെ സുധീഷ് ഏട്ടൻ എന്തോ തിരക്കുകൾ കാരണം മാറ്റി അനീഷിനെ പ്ലേസ് ചെയ്തു. അനീഷ് അവിടെ അഭിനയിക്കാൻ എത്തിക്കഴിഞ്ഞപ്പോൾ പെരുമഴ, അവിടെ അവര് ഷൂട്ട് പോസ്റ്റ്പോൺ ചെയ്തു. എന്നിട്ടത് വീണ്ടും ഷൂട്ടിംഗ് വെക്കുമ്പോ ഉള്ളിന്റെ ഉള്ളിലപ്പം അനീഷ് നായകനാണല്ലോ, വലിയ പ്രതീക്ഷയിൽ അനീഷ് നിൽക്കുമ്പോ വീണ്ടും ഡേറ്റ് മാറിയപ്പോൾ സുധീഷ് ചേട്ടന് വീണ്ടും അഭിനയിക്കാൻ പറ്റുന്നു. സുധീഷ് ചേട്ടൻ അതിലെ നായകനാവുന്നു. അവസാനം അതിലൊരു കൂട്ടുകാരന്റെ കഥാപാത്രം അനീഷിലേക്ക് എത്തുന്നു. ആ ഒരു സമയത്തൊക്കെ എങ്ങനെയാ അനീഷ് ഇതൊക്കെ ഇപ്പൊ ഞാനിത് ചിരിച്ചോണ്ട് അനീഷും ചിരിച്ചോണ്ട് ഇതൊക്കെ എടുക്കുന്നു. പക്ഷെ എന്താ പറയാ, ഒരു ചേട്ടൻ കൂടെ സപ്പോർട്ടിനുണ്ടെന്ന് പറഞ്ഞാലും അനീഷിന് അതെങ്ങനെ ഓവർകം ചെയ്തു എന്ന് ഞങ്ങൾക്ക് അറിയണം. കാരണം ഇതുപോലെ ഇപ്പൊ ഫേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരില്ലേ, അവരെങ്ങനെ ഇങ്ങനത്തെ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത്? ഇപ്പൊ ആലോചിക്കുമ്പോൾ പോലെ നമുക്ക് വിഷമം വരും. കാരണം നമ്മള് അത് എൻ്റെ വീട്ടിലേക്ക് വന്ന് എന്നെ വിളിക്കും. ഞാൻ പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിക്കുന്ന സമയത്ത് മാഹിൻ എന്ന് പറഞ്ഞ ഒരാൾ എൻ്റെ ഒരു പിന്നീട് സുഹൃത്തായി മാറി. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം എൻ്റെ ചെറിയങ്കിഴത്ത് എൻ്റെ വീട്ടിലേക്ക് തേടി വന്നിട്ടാണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, അഭിനയിക്കുന്നു എന്ന് ചോദിക്കുന്നു. ഷോർട്ട് ഫിലിമിലേക്ക് വിളിക്കുന്നു. അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ BS രതീഷ് എന്ന് പറയുന്ന അന്ന് ഫാസിൽ സാറിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ പോയി കാണുന്നു, അമ്പലമുക്കി പോയി കാണുന്നു, സംസാരിക്കുന്നു, എല്ലാം ഉറപ്പിക്കുന്നു. പിന്നീടാണ് പറയുന്നത് അപ്പോൾ സുധീഷിന് ചെയ്യാൻ വരുന്ന ക്യാരക്ടറായിരുന്നു. അതും സുധീഷ് തിരക്കിലായി പോയതുകൊണ്ട് എക്സാം ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വലിയ സന്തോഷം എന്ന് പറയുന്നു. ഞങ്ങൾ ഷൂട്ടിന് പോകുന്നു, മഴ പെയ്യുന്നു, ഷൂട്ട് മാറ്റി വയ്ക്കുന്നു. അന്തം വിട്ടുപോയി, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പിന്നെ തിരിച്ച് നാട്ടിൽ ചിറയങ്കിലേക്ക് വന്നു. പിന്നെ കുറേ ഷൂട്ട് തുടങ്ങാൻ പോകുന്നു. പക്ഷേ അദ്ദേഹം എന്നോട് ഈ പറഞ്ഞ കാര്യം രജിസ്റ്റർ എന്നോട് പറഞ്ഞു, അനീഷ് സുധീഷ് അറിയാമല്ലോ, എൻ്റെയും ഒരു ഫസ്റ്റ് പ്രോജക്റ്റ് ആണിത്. അപ്പോൾ സുധീഷ് വരുന്നതാണ് എനിക്ക് സന്തോഷം. അനീഷിനോട് ഇങ്ങനെ അപ്പം അനീഷിൻ്റെ തീരുമാനം എന്താണെന്ന് ചോദിച്ചു. അനീഷിന് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നിൽ സുധീഷിനെ ഫ്രണ്ടായിട്ട് അഭിനയിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു പ്രോജക്റ്റ് ചെയ്യണം. ഫ്രണ്ടായിട്ട് അഭിനയിക്കാം, എനിക്കത് മതി. പക്ഷേ ഏറ്റവും രസമെന്ന് വെച്ചാൽ ഞങ്ങൾ അന്ന് എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയില്ല. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ബൈക്കും ഇല്ല. അപ്പം എൻ്റെ മാമനൊരു ബൈക്കുണ്ട് കടക്കിൽ. അപ്പോൾ എൻ്റെ ചേട്ടൻ ഞാൻ പറഞ്ഞ ചേട്ടനായിരുന്നു. അവൻ പോയി ബൈക്കൊക്കെ എടുത്ത് രാത്രി കൊണ്ടുവന്നു. രാത്രി തന്നെ ഒരു ചിറയങ്കിഴ് മൊത്തം ഇട്ട് പഠിപ്പിക്കുക. ബൈക്കൊക്കെ ഇട്ട് പഠിപ്പിക്കുന്നു. രാവിലെ ഞാൻ ബൈക്ക് റെഡിയായി വന്നു. പിറ്റേ ദിവസം രാവിലെ ഷൂട്ടിന് അമ്പലമൊക്കെ ചെല്ലുന്നു. അമ്പലമൊക്കെ ചെന്ന് രാവിലെ ബാക്കിയുള്ളവർ മേക്കപ്പ് ചെയ്ത് ഫുഡൊക്കെ കഴിക്കുന്ന സമയം അപ്പോൾ എൻ്റെ ചേട്ടനെ കാണാനില്ല. ഞാൻ ചേട്ടനോടൊപ്പം ചേട്ടൻ സുധീഷിനെ ബൈക്ക് പഠിപ്പിച്ചിട്ടിരിക്കുന്നു. ഞാൻ നീ എന്താ കാണിച്ചത്? അപ്പോൾ അവൻ പറഞ്ഞ സുധീഷാണ് നായകൻ. അവൻ ഈ ബൈക്ക് ഓടിച്ചാ നിനക്ക് അവന്റെ കൂടി ഈ ബൈക്കിന്റെ ബാക്കി ഇരിക്കാം. അപ്പൊ നിന്നെ കുറച്ചുകൂടി ശ്രദ്ധിക്കും. അങ്ങനെ വരെ ചേട്ടൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആലോചിച്ച് കൂട്ടിട്ടാ അതാണ് സംഭവിച്ചത്. അദ്ദേഹത്തിന് പാട്ടിനോട് ഇത്രയധികം ഇൻട്രസ്റ്റ് ഉണ്ടോ? പിന്നെ പുള്ളി തബല വായിക്കുമായിരുന്നു. പക്ഷെ പുള്ളി ഇപ്പൊ ബിസിനസ്സുകാരനാണ്. വ്യാപാരി വ്യവസായിയുടെ പ്രസിഡന്റും പിന്നെ ഒരുപാട് ബിസിനസ്സുകാരൊക്കെ നിൽക്കുന്നുണ്ട്. പുള്ളി ഇപ്പൊ സജീവമാണ്. അല്ല അപ്പൊ അന്ന് അങ്ങനെ ആ ബൈക്ക് സുധീഷ് ഓടിച്ചത്. സുധീഷിന്റെ പിറകിൽ ഞാൻ ഇടുന്നു. അതുകൊണ്ട് തന്നെ എന്നെ കുറച്ച് ശ്രദ്ധിക്കുകയും ചെയ്തു ആ ഷോട്ടില്. ചേട്ടൻ എത്ര കാൽക്കുലേറ്റീവ് ആയിട്ട് ഓരോന്നും ചെയ്യുന്നത്. അവസരങ്ങൾ തേടി പോകുമ്പോഴും ഇവനാ എന്റെ കൂടെ വരുന്നത്. കാരണം അല്ലെ അച്ഛൻ വഴക്ക് പറയും, കൊണ്ടുപോകാൻ പറയും. അപ്പൊ ഇവൻ തന്നെ എന്റെ കൂടെ വന്ന് എല്ലായിടത്തും കൊണ്ടുപോകുന്നൊക്കെ ചേട്ടനായിരുന്നു. പിന്നെ എന്റെ നാട്ടുകാർ, എന്റെ സുഹൃത്തുക്കളുടെ കൂടെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് പ്രദീപ് എന്നുണ്ട്. അവർക്ക് തിയേറ്ററായിരുന്നു, അംബിക തിയേറ്റർ അവരുടെ ആയിരുന്നു. അപ്പൊ അവനിപ്പോൾ ഇലക്ഷൻ നിൽക്കുകയാണ് ഇവിടെ നാട്ടില്. അവൻ എൻ്റെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവൻ ജോയിലാലണ്ണൻ, അങ്ങനെ വളരെ ബിജു, അങ്ങനെ കുറച്ച് പേരെൻ്റെ സൗഹൃദത്തിൽ കുറച്ച് പേരുണ്ട്. ഇവരെൻ്റെ കൂടെ ഇങ്ങനെ എൻ്റെ എല്ലാ കാര്യത്തിലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അന്ന് നാടകങ്ങളെ കളിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ നാട്ടിലെ ചേട്ടന്മാരെ, അവിടുത്തെ ഈ
കടകത്തെ ബാബു എന്നൊരു ചേട്ടനൊക്കെ ഉണ്ട്. ആ ചേട്ടനൊക്കെ ആയിരുന്നു നാടകം സ്പോൺസർ ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ പോകുമായിരുന്നു, ചിലവ് കാര്യങ്ങളൊക്കെ നോക്കുന്നതൊക്കെ അവരായിരുന്നു. അനീഷ് എന്നെ പറയുന്ന പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനിടയിൽ ഇങ്ങനെ തിരക്കിട്ട് നിൽക്കുന്നതിനിടയിൽ എപ്പോഴോ ഒരു ബ്രേക്ക് വന്നു. ഒരു 2 വർഷത്തെ ബ്രേക്കിന്റെ സമയത്ത് അന്ന് മനസ്സ് വല്ലാണ്ട് ഇതായി പോയി, വിതുമ്പി. എന്നിട്ട് തിരുവനന്തപുരത്ത് മ്യൂസിയത്തിൽ പോയി ഇരുന്നിട്ടുണ്ട്. മ്യൂസിയത്തിൽ ഇരുന്ന് ആകാശങ്ങളിലേക്ക് നോക്കി ഞാൻ എൻ്റെ കണ്ണീർ ഒഴുക്കിയിട്ടുണ്ടെന്നുള്ള അത് ഞാൻ അത് സീരിയസ്ലി നമ്മളെപ്പോഴും അതാണ് നമ്മളെ മനസ്സിലാക്കേണ്ട കാര്യം. ഒരുപാട് തിരക്കുകൾ വരുമ്പോൾ നമ്മൾ അഹങ്കരിക്കരുത്, അല്ലെങ്കിൽ നമ്മളെല്ലാം ആയെന്നൊക്കെ ചിന്തിച്ചാൽ ദൈവം നമുക്ക് പണി തരും. അപ്പം ഞാൻ അങ്ങനെ അഹങ്കരിച്ചു എന്നല്ല പറഞ്ഞത്. 2000, 2001, 2002 ആ സമയത്തൊക്കെ ഞാൻ ഒരു ദിവസം 3 സീരിയലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ദിവസം 3 ലൊക്കേഷനിൽ പോയി അഭിനയിച്ചിട്ടുണ്ട് ഞാൻ. അതേ ഞാൻ 1999 തുടങ്ങുന്നത്. 2001 കഴിഞ്ഞ് 2002 കടക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പ് എല്ലാം നിന്നു. ഒരു വർക്കും ഇല്ല. ഞാൻ അവിടെ ശാസ്തമംഗലത്ത് കുറുപ്സിനയിലൊരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കുക. ചിറയൻകാണ് വീടെങ്കിലും തിരുവനന്തപുരത്താണ് സൗകര്യങ്ങളുള്ളതുകൊണ്ട് അവിടെ താമസിക്കുകയാണ്. അപ്പം നമ്മൾ ഓരോ ദിവസം കഴിയുന്നൊരു വർക്കില്ല, കയ്യിൽ പൈസയില്ല. കാറുണ്ട്. മോഹനം സീരിയലൊക്കെ അഭിനയിച്ച സമയത്ത് കാറൊക്കെ എടുത്തു. 16, 17 എന്ന് പറഞ്ഞൊരു അന്നൊരു മാരുതി കാറൊക്കെ ആദ്യത്തെ വണ്ടി അതായിരുന്നു. ഫസ്റ്റ് എൻ്റെ വണ്ടി അതായിരുന്നു. KL 1617. ആ വണ്ടി നമ്പർ പിന്നീടുള്ള വണ്ടി ഇപ്പോഴത്തെ വണ്ടിയുടെ ഓർമ്മയുള്ളൂ. അപ്പോൾ അന്ന് അതാണ് ആ വണ്ടി എടുക്കുന്നത്. അപ്പോൾ അതിന് പെട്രോൾ അടിക്കാൻ പൈസ ഇല്ല കയ്യിൽ. ഭയങ്കര വിഷമായി പോയി ഞങ്ങൾ. അപ്പോൾ അത് മനോജ് കളമ്പൂർ എന്ന് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. അപ്പോൾ അവനും കൂടി എൻ്റെ കൂടെ ഒന്ന് താമസം തുടങ്ങി. അപ്പോൾ ഒരു കണക്കിന് നന്നായി, കാരണം ചിലവ് അവൻ കൂടെ നോക്കുമല്ലോ എന്ന് തോന്നി. പിന്നെ നമ്മൾ അഡ്വാൻസ് കൊടുത്ത പൈസയിൽ നിന്ന് വാടക പിടിച്ചു തുടങ്ങി. അവിടെ നിന്ന് ഇറങ്ങേണ്ട സമയമൊക്കെ ആയി. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പലരെയും വിളിക്കുന്നുണ്ട്, പക്ഷെ പലരും വർക്ക് തരുന്നില്ല. ആ സമയത്ത് ഞങ്ങൾ ഒരേപോലെ അഭിനയിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഒരു ഫ്രണ്ടും ഞാനിവിടെ അഭിനയിച്ചിട്ടുണ്ട്. അയാളുടെ ഒരു സീരിയലിൻ്റെ ഞാൻ ഗസ്റ്റായിട്ട് അഭിനയിക്കുമ്പോൾ പുള്ളിയുടെ ഒരു പെരുമാറ്റം പോലും എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ. അപ്പോൾ അന്ന് അതിൻ്റെ ഡയറക്ടറിനോട് ചോദിച്ചത്, ഇതിനകത്തൊരു ചെറിയ വേഷമാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അതും അടുത്ത ഷോർട്ട് മൂവിയിൽ മികച്ച ഹീറോ വേഷം ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഇത് മതി എന്ന് പറഞ്ഞു. ഇത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ അഭിനയിച്ചു. അപ്പോൾ അന്ന് പക്ഷെ പുള്ളിയുടെ പെരുമാറ്റം എനിക്ക് എൻ്റെ കൂടെ അഭിനയിച്ച എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പെരുമാറ്റം എനിക്ക് വലിയ വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു. വളരെ പുള്ളി അങ്ങ് സ്റ്റാർ ആയല്ലോ. അപ്പോൾ എനിക്ക് വിഷമം തോന്നിയിരുന്നു. പക്ഷെ അതിനൊക്കെ എനിക്ക് പിന്നീട് ഒരു സമയത്ത് ഞാനും പുള്ളിയും കൂടെ ഒരു ഇൻ്റർവ്യൂ ഇരിക്കുമ്പോൾ ആൾക്കാർ മുഴുവൻ എന്നെ പറ്റി ചോദിക്കുകയും പുള്ളി ആരും ചോദിക്കുന്ന ഒരു സാഹചര്യം വന്നു. അപ്പോൾ ഞാൻ അയ്യോ ഇതിന്നാരാണെന്ന് ഞാൻ അങ്ങോട്ട് പറയുന്നു. ഇതൊക്കെ ദൈവം ഇങ്ങനെ നമ്മളെങ്ങനെ പല വഴിയിലൂടെ സഞ്ചരിച്ചു. അപ്പോഴും മനസ്സിലാക്കുന്നത് ഇതിലൊന്നും ഒരു കാര്യമില്ലെന്നുള്ളതാണ്. പേരുണ്ടാക്കിയിട്ടോ പ്രശസ്തി ഉണ്ടാക്കിയിട്ടോ പണം ഉണ്ടാക്കിയിട്ടോ ഇതൊക്കെ നൈമിഷികമാണ്, അല്ലേ? ഇപ്പോൾ അയ്യപ്പപ്പണിക്കരുടെ കവിതയിൽ പറഞ്ഞ പോലെ ചിരകാലം അങ്ങനെ ചിതൽ നിന്ന് പോയിട്ടും ചിലതുണ്ട് ചിതയിന്മേൽ വെക്കാനെന്ന് പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ അത് നമ്മുടെ പ്രവൃത്തിയോ നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന അത്തരം അതൊക്കെ ആയിരിക്കണം. അതല്ലാതെ അതിനപ്പുറത്തേക്ക് എത്ര നാൾ നമ്മുടെ പേര് കൊണ്ടുപോകാൻ പറ്റും? ഒന്നും ആരും കൊണ്ടുപോകുന്നില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അൾട്ടിമേറ്റ് നേരത്തെ ചോദിച്ചതിന് ഉത്തരം ഇതാണ്. നമ്മൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. തൃപ്തനായി കഴിഞ്ഞാൽ തന്നെ സന്തോഷമായി. നമുക്ക് ഒന്നിൻ്റെയും പിറകെ അധികം പോകാതിരിക്കുക. നമുക്ക് അത് വേണമെന്ന് ഒരുപാട് ആഗ്രഹിക്കാതിരിക്കുക. എല്ലാവരും പറയാറുണ്ട്, നമ്മൾ ഈ പറഞ്ഞ പോലെ അമിതമായി ആഗ്രഹിച്ചാൽ ഈ പ്രകൃതി തന്നെ നമ്മളോട് കോൺസ്പിറസി നടത്തുന്നൊക്കെ പറയും. അത് സത്യമാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഞാൻ പക്ഷേ നമ്മൾ അതിൻ്റെ പിറകെ പോയിട്ടില്ല. അതുകൊണ്ടായിരിക്കുമല്ലേ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. അല്ല, പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ അനീഷ്, ഇത്രയും എന്താ പറയാ, ആ ഒരു ദിവസം 3 സീരിയലുകളായിട്ട് അത്രയും തിളങ്ങി നിന്ന ഒരു മനുഷ്യന് പെട്ടെന്നൊന്നും ഇല്ലാണ്ടാവുകയാണ്. എനിക്ക് ഉറപ്പാണ് അനീഷിനോട് തന്നെ 100,000 തവണ ചോദിച്ചിട്ടുണ്ടാകും, എനിക്ക് എന്താ പറ്റിയേ, എന്നെ എന്തുകൊണ്ട് ഇപ്പം ആരും വിളിക്കുന്നില്ല. ഇപ്പം ഞാൻ അന്നത് വായിച്ചപ്പോൾ തന്നെ മ്യൂസിയത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് നോക്കുകയാണല്ലോ. ആ ഒരു വ്യക്തിയുടെ മനസ്സിലൂടെ എത്ര ചോദ്യങ്ങളായിരിക്കും. അപ്പോഴൊക്കെ അനീഷിനെ പിന്നെ അതിൽ നിന്നും പിന്നീട് അവിടെ നിന്ന് പിന്നെയും ടേക്ക് ഓഫ് ചെയ്തു അനീഷ്. എന്നിട്ടാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നതും ചെയ്തത് ശ്രീനാരായണ ഗുരുവില്. അപ്പൊ ആ സമയത്ത് അനീഷിന് ഒരു ഉത്തരം കിട്ടിയോ? എന്തുകൊണ്ടായിരിക്കും? ഞാനിങ്ങനെ വണ്ടി, എനിക്ക് ഓർമ്മയുണ്ട്, പെട്രോൾ അടിക്കാൻ പൈസ ഇല്ല. അപ്പോൾ എൻ്റെ ഒരു അന്ന് ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഷീബയാണ് എനിക്ക് 100 രൂപ അങ്ങോട്ട് തരുന്നത്. അപ്പോൾ ആ പൈസ മേടിച്ചിട്ട് ഞാനിങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് ഞാൻ അക്ഷരാർത്ഥം ചിന്തിച്ചിട്ടുണ്ട്, ഈ വണ്ടി അവിടെ പോയി ഇടിച്ചിരുന്നെങ്കിൽ. കാരണം മര്യാദക്ക് ചെറിയെങ്കിലും വന്നാൽ വീട്ടിലെല്ലാം കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ ലക്ഷ്യം അതല്ലായിരുന്നു. പക്ഷെ അവിടേക്ക് എത്തുന്നുമില്ല ഞാൻ. എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും വേറെ ജോലി ഒന്നും അറിഞ്ഞുകൂടാ, വേറെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസ് ഒന്നും ഇല്ലല്ലോ നമുക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല. അങ്ങനെയൊക്കെ ചിന്തിച്ചു. പക്ഷേ എപ്പോഴോ
അപ്പോഴും ഞാൻ പറഞ്ഞത് അപ്പോൾ വീടിൻ്റെ വാടക പിടിച്ചു തുടങ്ങി. മീൻസ് ഡെപ്പോസിറ്റ് പൈസ എല്ലാം തീർന്നു. ഇനിയിപ്പോൾ അടുത്ത മാസം പൈസയിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ മനോജ് കളമ്പൂർ അവിടെ നിന്ന് പോയി, അവനും തിരിച്ച് അവൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ എൻ്റെ ഫ്രിഡ്ജ്, ടി വി, കട്ടിലൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കൊണ്ട് ഇനി എവിടെ ഇടും? അപ്പോൾ പുതിയൊരു വാടക വീട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ ചേട്ടൻ വിളിച്ചു, നീ എടുത്തുകൊണ്ട് വാ എല്ലാം കൂടെ വന്നത്. ചുമ്മാ എന്തുണ്ടാ വെറുതെ പൈസ വാടക കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നേരെ അതെടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു. അങ്ങനെ വീട്ടിലേക്ക് വന്നു. പക്ഷെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല എനിക്ക്. അങ്ങനെ നിൽക്കുമ്പോൾ വീണ്ടും ചെറിയ ചെറിയ അവസരങ്ങൾ വരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ട്രിവാൻഡ്രത്തേക്ക് വീണ്ടും ചേക്കേറുന്നു. അപ്പോൾ കോട്ടയം ശാന്ത ചേച്ചിയുള്ള സമയം, കോട്ടയം ശാന്ത ചേച്ചി ഒരു വീടിൻ്റെ ഒരു ഭാഗത്ത് താമസിക്കുന്നു. അപ്പോൾ ഒരു ലൊക്കേഷൻ വെച്ച് പരിചയപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇടയ്ക്ക് അപ്പോൾ മോൻ അവിടെ ഒന്ന് അവിടെ ഒരു റൂം എടുക്ക്, എനിക്ക് ഷെയർ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടുത്തെ ഒരു റൂമിൽ ഞാൻ ഷെയർ ചെയ്ത് വീണ്ടും ട്രിവാൻഡ്രത്തേക്ക് സെറ്റിലാവുന്നു. അങ്ങനെ ഒരുപാട്. പക്ഷേ എനിക്കറിയില്ല ഇപ്പോഴും നമ്മൾ അങ്ങനെ ഇത് ഓർക്കുമ്പോൾ സങ്കടം വരുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഞാനിങ്ങനെ മൈൻഡ് ചെയ്യില്ല. മീൻസ് അതൊന്നും അല്ല എൻ്റെ കാര്യം. എന്നാലും ചിന്തിച്ചപ്പോൾ ഒരു ആൻസർ കിട്ടിയിട്ടില്ല. എനിക്ക് എന്ത് പറ്റി അന്ന്, എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ എല്ലാം നിഷേധിക്കപ്പെട്ടതെന്നുള്ളൊരു ആൻസർ കിട്ടിയിട്ടില്ലേ? അല്ല, അത് ഞാൻ അങ്ങനെ ഒരു ചോദ്യം എനിക്കറിയില്ല. അത് ഇപ്പോഴും അല്ല, എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇതൊന്നും ശാശ്വതമല്ലെന്നൊരു സത്യമാണ് മനസ്സിലാവുന്നത്. ജീവിതത്തിൽ ഒന്നും ശാശ്വതമല്ലല്ലോ. വലിയ വലിയ ആൾക്കാർ പറയുന്ന തത്വങ്ങളാണ് ഇതൊക്കെ. അത് യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കുകയാണ്. ഇപ്പൊ അല്ലെങ്കിൽ ഒരു ദിവസം 3 സീരിയൽ അഭിനയിച്ചുകൊണ്ടെന്ന് എനിക്ക് വർക്കില്ലാതാവുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ച പാഠം, പിന്നീട് എത്രയൊക്കെ തിരക്ക് വന്നിട്ടും എത്രയൊക്കെ പൈസ കയ്യിൽ വന്നിട്ടും എനിക്കറിയാം ഇത് നാളെ പോകുന്ന എനിക്ക് ഉറപ്പായി. അതുകൊണ്ട് തന്നെ ഞാനത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ദൈവം എന്നെ ഇപ്പൊ കൈവിടാത്തത് തോന്നുന്നു. ഇപ്പൊ കണ്ടില്ല, ഇപ്പോൾ കാര്യനിസ്സാരം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു 6 മാസത്തെ ബ്രേക്ക് ഉണ്ട്. അപ്പോൾ അത് 3 മാസം ഞാൻ അമേരിക്കയിലായിരുന്നു, ഒരു ഷോയ്ക്ക് പോയിരുന്നു. ആ പോകുന്ന സമയത്താണ് അളിയൻസിന് വേണ്ടി എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ US പോകുന്നു. അപ്പം ഞാൻ പോയിട്ട് വരാൻ വരെ അവർ കാത്തിരുന്നു. അപ്പോൾ ദാറ്റ് മീൻസ് അതങ്ങനെ അത് ഇപ്പോൾ ഒരു വലിയൊരു ആശ്രയം, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്കൊരു വലിയൊരു സഹായമാണ് അളിയൻസ് എന്ന് പറയുന്ന സംഭവം. അത് നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഭയങ്കര ഫ്രീഡത്തോടു കൂടി അഭിനയിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. സമയത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? സത്യം പറഞ്ഞ് ഇപ്പം അങ്ങനെ ഒന്നിലും വലിയ ഇതൊന്നും. ഇടയ്ക്ക് ആ സമയത്തൊക്കെ എനിക്ക് ഇടയ്ക്ക് സുഖമില്ലാതായി. പിന്നെ അതിൻ്റെ പിറകെ അപ്പോൾ അവർ വിചാരിച്ച അമ്പലങ്ങളിൽ പോയി കയറി ഇറങ്ങി തുടങ്ങി. അപ്പോൾ ഇടയ്ക്ക് എൻ്റെ കയ്യിലൊരു മോതിരം കിടന്നു. ആ മോതിരമാണ്, പക്ഷെ മോതിരം ഊരി പറ്റിയിരിക്കുന്നു. പിന്നെ ഞാനതൊക്കെ എടുത്തിട്ട് എനിക്ക് അങ്ങനെ ഞാനിപ്പോൾ എല്ലാം വിശ്വസിക്കുന്നു, പക്ഷെ അധികമായിട്ട് ഒന്നും വിശ്വസിക്കുന്നില്ല. അതെൻ്റെ ഈ പ്രായം കൊണ്ട് ഞാൻ നേടിയൊരു പക്വതയോ അല്ലെങ്കിൽ അനുഭവം കൊണ്ട് ഞാൻ നേടിയെടുത്തൊരു അറിവൊക്കെ അതായിരിക്കും തോന്നുന്നു. കാരണം എല്ലാം നമ്മൾ വേണം. അത് ജാതിയാണെങ്കിലും മതമാണെങ്കിലും എല്ലാ വിശ്വാസങ്ങളും എല്ലാം വേണം, എല്ലാം നമുക്ക് വേണം. പക്ഷെ ഒന്നിലും അമിതമായി നമ്മൾ ഫോക്കസ് ചെയ്തെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഒരുപാട് ആകുലപ്പെടേണ്ടി വരും അല്ലേ? നമ്മള് ഏത് കാര്യത്തിലാണെങ്കിലും നമ്മൾ ഒന്നിനെ മാത്രം ഫോക്കസ് ചെയ്താൽ നമുക്ക് എപ്പോഴും ഭയങ്കരമായിട്ട് ഡിസപ്പോയിന്റഡ് ആണ്, നമുക്കത് കിട്ടാതെ വന്നാല്. ആശയാണല്ലോ ആ ദുഃഖത്തിനും കാരണം. അതുകൊണ്ടാണോ പിന്നീട് ഇങ്ങനത്തെ ഒരു തിരിച്ചറിവും എല്ലാം വന്നതിന് ശേഷമാണോ ഓക്കെ വരുന്നതെല്ലാം നമുക്ക് അങ്ങ് ചെയ്യാം, അതിനകത്ത് ഇപ്പൊ നമുക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും വന്നാൽ പോലും ഒന്നിനും വേണ്ടിയിട്ട് ഒരു കിട്ടിയ ചാൻസ് കളഞ്ഞില്ല? ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ തന്നെ മിന്നുകെട്ടും സീരിയല്, അന്ന് മോൻ ജനിച്ച ദിവസമാണ്. അന്ന് അവനെ കിട്ടിയ ദിവസം അവനെ എടുത്ത് മതിയാവുന്നതിന് മുമ്പ് തന്നെ മിന്നുകെട്ട് സീരിയൽ അഭിനയിക്കാനായിട്ട് പോയി. അപ്പോ അല്ല, അത് പോകാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു ഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ പൈസയൊന്നും കയ്യില്ലാതിരിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ശ്രീനാരായണ ഗുരുദേവനും ആലിപ്പുഴയൊക്കെ അഭിനയിച്ച് തുടങ്ങുന്നു. ആലിപ്പുഴ അഭിനയിച്ച് തുടങ്ങുന്നു. ആ സമയത്ത് എൻ്റെ കല്യാണം ആവുന്നു. കല്യാണം കഴിഞ്ഞു, വീണ്ടും വർക്കുകളൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തീപ്പൊള്ളലേറ്റു. ഒരു സീരിയലിൻ്റെ ഓപ്പോൾ എന്നൊരു സീരിയൽ, സൂര്യ ടി വിയിൽ സീരിയലിന് ഷൂട്ടിനിടയിൽ തീ പിടിച്ചു. 35% പൊള്ളലേറ്റു എനിക്ക്. ഇതെല്ലാം പൊള്ളൽ, ബാക്ക് സൈഡ് ഫുള്ള് പൊള്ളലാണ്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ഷൂട്ടിങ്ങിനിടയിൽ വലിയൊരു വീട് തീ പിടിക്കുന്ന സീനായിരുന്നു. അപ്പോൾ വെള്ളം കോരി നമ്മളിങ്ങനെ അണച്ചുകൊണ്ടിരിക്കുന്നു. ആർട്ടിൽ അസിസ്റ്റന്റ് പയ്യൻ പെട്രോൾ എടുത്ത് ഒഴിച്ചു ഈ കൂട്ടത്തിൽ. അതിങ്ങനെ ഒരു ബോംബ് പോലെ ഇങ്ങനെ വന്നു. ഞങ്ങൾ തിരിഞ്ഞോടി. ഓടുന്ന കൂട്ടത്തിൽ എൻ്റെ ബാക്ക് സൈഡ് മുഴുവൻ എൻ്റെ മുണ്ടും ഷർട്ടൊക്കെ തീ പിടിച്ചു. അതൊക്കെ ഊരി എറിഞ്ഞു. കൈ കൊണ്ട് അണച്ചപ്പോൾ കൈ ഇതെല്ലാം പൊള്ളലേറ്റതാണ്. ഇത് കാല് ബാക്ക് മുതൽ കാല് താഴെ 2 കാലും പൊള്ളലേറ്റു. അപ്പോൾ പിന്നെ വീണ്ടും ഞാൻ ഹോസ്പിറ്റലാണ് 28 ദിവസം. വൈഫ് മാത്രം. കാരണം മുറിയിലേക്ക് ആർക്കും കയറി വരാൻ പോലും പറ്റില്ല. കാരണം ഭയങ്കര സ്മെല്ലാണ്. നമ്മളിങ്ങനെ ഈ പഴുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശരീരം പൊള്ളിയൻ്റെ ഒരു പാടും ഒരു വല്ലാത്തൊരു മണമാണത്.
അപ്പോൾ എനിക്കറിയാം അന്ന് എഡ്യൂക്കേഷനും അവരൊക്കെ കാണാൻ ജസ്റ്റ് വരുമ്പോൾ അവരൊന്നിങ്ങനെ ആവും. കാരണം ആർക്കും വരാൻ പറ്റില്ല അതിനകത്ത് അത്രത്തോളം. അപ്പോൾ അപ്പോഴും പക്ഷേ വൈഫ് ജയലക്ഷ്മി അവളിങ്ങനെ കഴുകി തുടച്ച് വൃത്തിയാക്കി വളരെ സോഫ്റ്റായിട്ട് തൊടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൂടെ പുള്ളിവരൊക്കെ വീണ്ടും കുറച്ച് ദിവസമൊക്കെ കിടന്നു. ഞാൻ പെട്ടെന്ന് റിക്കവർ ആവാൻ കാരണം ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ എനിക്ക് വർക്കുകളൊന്നുമില്ല, വീണ്ടും വർക്കുകളൊന്നും ഇല്ലാതായി. ഞാൻ അത്യാവശ്യം നല്ല പൈസ മേടിച്ചൊക്കെ തുടങ്ങിയതായിരുന്നു. വീണ്ടും വർക്കില്ല. പിന്നെ കാല് ഏകദേശം സ്കിന്നൊക്കെ റെഡിയായി വന്നു. അപ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും അഭിനയിക്കാൻ പോകണം. അപ്പോൾ ഒരു ആൽബത്തിൽ അഭിനയിക്കാൻ ഒരാൾ വിളിച്ചു. ആൽബത്തിൽ അഭിനയിക്കാൻ പോയി. അഭിനയിക്കുമ്പോൾ ആദ്യം മേടിച്ച പൈസ പോലും ഇല്ലാതിരുന്നിട്ട് ഞാൻ പോയി അഭിനയിച്ചു. അതിനുശേഷം ഒരു മണലിൽ കൂടെ ഓടുന്ന സമയത്ത് കാലിന്ന് ട്വിസ്റ്റായി. അപ്പോൾ ലിഗമെൻറ്റ് ടയറായിരിക്കുകയായിരുന്നു. ആ പൊള്ളുന്ന സമയത്ത് തീപിടുത്തത്തിൽ ഭയന്ന് ഞാൻ ഓടുന്ന സമയത്ത് ഇറഗുലറായിട്ട് ഓടിയപ്പോഴോ ട്വിസ്റ്റ് ഉണ്ടായപ്പോൾ പക്ഷേ ലിഗമെൻറ്റ് ടയറായിരുന്നു. പക്ഷേ ഞാൻ അറിഞ്ഞില്ല. പുതിയ സ്കിൻ വന്നപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്ത് അങ്ങ് സെറ്റായല്ലോ. നടന്നു തുടങ്ങിയപ്പോഴാണ് അറിഞ്ഞു. കാർ കയറുമ്പോൾ കാല് കൊണ്ട് ഇതാവുന്നു. പിന്നെ അതിന് ഓപ്പറേഷൻ. അത് ചെയ്തപ്പോഴത്തേക്കും ഇതിൻ്റെ കീ ഹോൾ സർജറി ചെയ്തപ്പോൾ പിന്നെ പറ്റിപ്പോയെന്ന് വെച്ചാൽ സർജറിക്കിടയിൽ പുതുതായിട്ട് വന്ന തുടയിലെ സ്കിന്നെല്ലാം വീണ്ടും ഇളകി. പിന്നെ അത് പഴുത്തു. പിന്നെ അതിൻ്റെ പുറകെ കുറേ നാൾ അങ്ങനെ പിന്നെ ഒന്നും പറയണ്ട, വർക്കുകളൊന്നുമില്ല, സങ്കടമായി. അങ്ങനെ ഇരുന്ന സമയത്താണ് ആനന്ദേട്ടൻ മിന്നുകെട്ടിൽ പറയുന്നത് ഇങ്ങനെ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഏതെങ്കിലും മതി, എന്തെങ്കിലും ഒരു വർക്ക് വേണം. അപ്പോൾ മിന്നുകെട്ടെന്ന് കേട്ടപ്പോൾ കൗതുകം തോന്നുന്നു. കാരണം എങ്ങനെ മിന്നുകെട്ടെന്ന് ഹിറ്റായിക്കൊണ്ടിരിക്കുക. അങ്ങനെ ആനന്ദേട്ടൻ ഡെയിലി ഒരു ഫോളോ അപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞ ആനന്ദേട്ടാ അത് എങ്ങനെ കിട്ടിയാൽ വലിയ സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് അതിൻ്റെ ഓരോ ഡെവലപ്മെൻറ്റ്സ് എന്നെ അറിയിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് അതിൻ്റെ ഡെയിലി കുഞ്ഞുമോൻ ഉണ്ടാകുന്നു, അതൊക്കെ വരുന്നു. ആ മോൻ ജനിക്കുന്ന സമയമായപ്പോഴത്തേക്ക് തലേദിവസം എന്നെ വിളിക്കുന്നു. മെയ് 4-ാം തീയതി മോൻ ജനിക്കുന്നു. മെയ് 5-ാം തീയതിയാണ്. അപ്പോൾ ഷൂട്ടെന്ന് പറയുന്നത് വിളിക്കുന്നു. ഞാൻ ചെല്ലുന്നു. അപ്പോഴും ചെല്ലുമ്പോഴും ഫസ്റ്റ് ഡേ ഞാൻ ചെല്ലുമ്പോൾ അന്നത്തെ ദിവസം ഷൂട്ട് നടക്കുന്നില്ല. അപ്പോഴും എനിക്ക് പേടിയാണ്. എത്രയോ അഭിനയിച്ച ഞാനാണ്. എനിക്ക് പേടിയായി. പണി എന്നെ മാറ്റിയോ ഒന്നും അറിയില്ല. അന്നൊരു മലക്കറി കടയിലാണ്, ഒരു വെജിറ്റബിൾ ഷോപ്പിലായിരുന്നു ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് വേറെ സ്ഥലത്താണ് പോകേണ്ടത്. ലൈറ്റ് പോയപ്പോൾ എൻ്റെ അന്നത്തെ ഷൂട്ട് മാറ്റി വെച്ചു. അവർ മാറ്റി വെച്ചെന്ന് പറയുമ്പോൾ എൻ്റെ വിചാരം എന്നെ മാറ്റി എന്നുള്ളതാണ്. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഷോറൂമിൽ പോയി. അന്ന് അവരെല്ലാം താമസിക്കുന്ന ഹോട്ടലല്ല ഞാൻ താമസിച്ചത്. അവരെല്ലാം കൃഷ്ണനിലായിരുന്നു താമസിച്ചത്. ഞാൻ വേറെ ഹോട്ടലാണ് താമസിപ്പിച്ചിരുന്നവർ. കാരണം ഒരു പുതിയ ആളുടെ റെഫറൻസാണ് എനിക്കപ്പോൾ ഉള്ളത്. പക്ഷേ പിറ്റേ ദിവസം പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം തോന്നിയത്, സന്തോഷം തോന്നിയത്, ഒരു സീൻ വന്നു. അപ്പോൾ ഇത് ആക്ച്വലി തമിഴിൽ വന്ന സീരിയൽ മെട്ടിയോലി ഒരു സീരിയലിൻ്റെ റീമേക്കായിരുന്നു ഈ മിന്നുകെട്ട്. അതിൽ ഒരാൾ ചെയ്തിരുന്ന ക്യാരക്ടർ ഇവിടെ മലയാളത്തിൽ ഞാനാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അവരുടെ പെർഫോമൻസ് കണ്ടാണ് നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. അതുപോലെ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ തോന്നി ഇതൊന്ന് മാറ്റി ചെയ്താലും തോന്നി. കാരണം ഈ ക്യാരക്ടറിന് ഒരു സ്വഭാവം വെച്ചാൽ ഇയാൾ കേരളത്തിലാണ് ജീവിക്കണമെങ്കിലും ഇയാളുടെ മനസ്സും ഇയാളുടെ ആറ്റിറ്റ്യൂഡൊക്കെ ഇയാൾ പുറത്താണ്. അപ്പോൾ സാധാരണ രീതിയിലല്ല പുള്ളി സംസാരിക്കുന്നത്. ലുക്ക് ആൻറ്റി എന്നൊക്കെ ഭയങ്കര പോളിഷ്ഡ് ആയിട്ട് സംസാരിക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ ആ സ്റ്റൈൽ. അപ്പം അന്ന് നമ്മുടെ കിരൺ ജീവിയൊക്കെ സജീവമായി തുടങ്ങിയ സമയമായിരുന്നു. അപ്പം നമ്മുടെ ആംഗേഴ്സൊക്കെ നമ്മളൊന്നും അല്ലാത്ത ആംഗേഴ്സ് ഉണ്ടല്ലോ, പുതിയ കുട്ടികൾ വന്നിട്ട് അതായത് ഇങ്ങനെ ഫുഡ് എന്നൊക്കെ പറഞ്ഞ സമയം. അപ്പം ഞാൻ പയ്യെ അതിങ്ങ് എടുത്തിട്ട് ഞാൻ അവിടെ ക്യാമറമാൻ സുധീർ ബാബുട്ടിനോട് സംസാരിച്ചിട്ട് ഞാൻ ഇതിങ്ങനെ പിടിച്ചാലെന്ന് ചോദിച്ചു. കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഡയറക്ടർ വരുമ്പോൾ ജ്ഞാനശീല സാർ വരുമ്പോൾ ഞാൻ ആ ഒരു ഓഫീസ് റൂമാണ്. ഓഫീസിൽ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ സ്റ്റൈലിട്ട് എൻ്റെ ATM കാർഡ്, ക്രെഡിറ്റ് കാർഡ്സ്, മറ്റേ കാർഡ്സ് എന്ന് കഴിഞ്ഞിട്ട് ഷോട്ട് കഴിഞ്ഞപ്പോൾ ടീ ബ്രേക്കുമായി. അപ്പോൾ സാറിനെ വന്നിട്ട് നീ എവിടെയായിരുന്നു എത്ര നാളും? ഞാനിങ്ങനെ എവിടെയായിരുന്നടാ നീ? നന്നായിരുന്നു. ഭയങ്കര സന്തോഷമായി. പിന്നെ അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ വലിയൊരു ടേണിംഗ് പോയിന്റ്. ജ്ഞാനശീല സാർ തന്ന ആ ക്യാരക്ടർ, അല്ലെങ്കിൽ ആനന്ദേട്ടൻ കെയർ മിന്നുകെട്ട്, അതിനായിരുന്നു എനിക്ക്. അവരെല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ഫിലിം സിറ്റി അവാർഡ് എനിക്കായിരുന്നു, ബെസ്റ്റ് ആക്ടർ അവാർഡ്. അതെ, എനിക്ക് തോന്നുന്നു ടെലിവിഷൻ സീരിയൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള സീരിയലായിരുന്നു സൂര്യാലയം മിന്നുകെട്ട്. അത് ഓപ്പോസിറ്റ് നിന്ന് എല്ലാ സീരിയലിനും വെട്ടി പോയ സീരിയലായിരുന്നു. ഭയങ്കരമായിരുന്നു അത്. അതെനിക്ക് ഭയങ്കര ഗുണം ചെയ്തു. എൻ്റെ ആറ്റിറ്റ്യൂഡ്, എൻ്റെ ആൾക്കാർ ആ സ്ലാങ് ഒക്കെ അനുകരിച്ച ആൾക്കാർ പറയും ഞാൻ ഈ ഓയിലി ഐറ്റംസ് ഒന്നും കഴിക്കാറില്ല എന്നൊക്കെ പറഞ്ഞ് കയറി വന്നു. അങ്ങനെ പിന്നെ ഏറ്റവും വലിയ ഭാഗ്യം ഈ പ്രൊഡക്ഷൻസിൻ്റെ ഇവരുടെ ആ കമ്പനി പിന്നെ എന്നെ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി. അവരുടെ മേഖല എന്ന സീരിയൽ ഞാൻ അഭിനയിച്ചത്, ഹീറോ ആയിട്ട് ചെയ്തത് തമിഴ്. മിന്നിട്ട് നേരെ അങ്ങോട്ടാണ് തമിഴിലേക്ക്.
ഓക്കെ. അപ്പോൾ ഈ കരിയറിൽ തന്നെ വളരെ ഹിറ്റായിട്ട് നിന്ന സമയത്ത് നമ്മൾ ഹിറ്റ് ആകുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ഇൻകം സൈഡ് കൂടും, നമുക്ക് കിട്ടുന്ന സാലറി ബേസിസ് ഇതൊക്കെ കൂടുമല്ലോ, പേയ്മെന്റ് കൂടും. അങ്ങനെ കൂടി നിന്നു, പെട്ടെന്ന് അവിടെ ഒരു ഡൗൺഫോൾ ഉണ്ടായി, നമ്മളെ ആരും വിളിക്കുന്നില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും ആയാൽ മതി, എന്തെങ്കിലും വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നീട് നമുക്കൊരു ചാൻസ് കിട്ടുമ്പോൾ അതിന് തൊട്ട് മുമ്പേ കിട്ടിയിരുന്ന ഇൻകം ആ ഒരു ലെവലേ ആയിരിക്കില്ലായിരിക്കും അല്ലേ? പിന്നെ നമ്മൾ സ്ക്രാച്ച് ചെയ്ത് തുടങ്ങുകയാണ്. ഒരു തുടക്കക്കാരന് കിട്ടുന്ന വേതനമായിരിക്കും പിന്നെയും കിട്ടി. റൂം പോലും അങ്ങനെ ആയിരുന്നു. പിന്നീടാണ് എനിക്ക് എല്ലാം ഉണ്ടായിരുന്നു. കാരണം അങ്ങനെ അവർക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ തന്നെ. കാരണം അപ്പൊ അങ്ങനെ പിന്നീട് ഞാൻ വരുമ്പോൾ ഞാൻ ഇപ്പൊ കൃഷ്ണ എല്ലാവരും അവരെല്ലാം ആദ്യം താമസിച്ചിരുന്നത് അമല ഹോസ്പിറ്റലിന് അടുത്തുള്ള, ഞാൻ വേറൊരു ലോഡ്ജിലായിരുന്നു താമസിച്ചിരുന്നത്. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ തന്നെ എന്നെ കൃഷ്ണനിലേക്ക് മാറ്റി. പിന്നെ ഞാൻ അവരോട് പോയി. അപ്പൊ അതങ്ങനെ ഒരു ഗ്രാജുവൽ ഡെവലപ്മെന്റ്സ് എന്റെ ക്യാരക്ടറിലും എന്റെ എല്ലാ തരത്തിലും എനിക്കുണ്ടായിരുന്നുണ്ടായിരുന്നു. അനീഷ് പറഞ്ഞാണ്, പണ്ടൊക്കെ അവസരങ്ങൾക്കായി കുറേയേറെ കഷ്ടപ്പെടണം. എനിക്ക് തന്നെ നിരവധി അനുഭവങ്ങളുണ്ട്. ഒരിക്കൽ പുതുമുഖങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു അവസരം വേണമെങ്കിൽ ഫിലിം റോൾ വാങ്ങിക്കൊടുക്കണമെന്ന്. ഇപ്പോൾ അങ്ങനെ ഒന്നും അല്ലല്ലോ. സ്വന്തം മൊബൈൽ എടുത്ത് വെച്ച് 2 രംഗങ്ങൾ അഭിനയിച്ചിട്ട് കൊടുത്താൽ ഇന്നിപ്പം ആർക്കും പെട്ടെന്ന് കിട്ടും. ഇതിനെക്കുറിച്ച് എന്താണ്? ഇത് അനീഷ് ഒരിക്കൽ പറഞ്ഞൊരു തീർച്ചയായിട്ടും. ഞാൻ ഒരിക്കൽ കോഴിക്കോട് ഒരു അഭിനയ മത്സരം അല്ലെങ്കിൽ ഒരു ചാൻസ് ചോദിച്ചു തന്ന സമയത്ത് അഭിനയ മത്സരം കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ ഒരു ഇതാണല്ലോ. അഭിനയ മത്സരം എന്ന് പറയുമ്പോൾ അഭിനയം താല്പര്യരായ ആൾക്കാർ അവിടെ ചെല്ലുന്നു, പെർഫോം ചെയ്യുന്നു, ചിലർക്ക് ജയിക്കുന്നു, ചിലർ തോൽക്കുന്നു. അപ്പോൾ ഇതിനിടയിൽ അപ്പോൾ അവർ പേഴ്സണലി നമ്മുടെ അടുത്ത് പറയും നിങ്ങൾക്ക് അവസരം ഉണ്ട്, വേണമെങ്കിൽ ചെയ്യാം, മത്സരത്തിൽ അങ്ങനെ പോയെങ്കിൽ നിങ്ങൾക്ക് അവസരം അഭിനയിക്കാം, പക്ഷേ ഇങ്ങനെ ഇത്ര റോള് ഫിലിം മേടിച്ചു കൊടുത്താൽ അഭിനയിക്കാമെന്ന് പറയുന്നു. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ സങ്കടം വന്നു. കാരണം നമ്മുടെ കഴിവിനൊന്നും ഞാൻ ആക്ച്വലി അതുകൂടി പറഞ്ഞോട്ടെ ഞാൻ. അതായത് ഒരു സമയത്ത് ഞാൻ എല്ലാ ഡയറക്ടേഴ്സ് ആ സമയത്ത് അന്ന് സീരിയൽ നിൽക്കുന്ന സമയത്ത് സീരിയലിലെ പ്രധാനപ്പെട്ട ഡയറക്ടേഴ്സിനൊക്കെ മിക്കവാറും ഈ ഓണം, വിഷു, ക്രിസ്മസ് ആ ദിവസങ്ങളിൽ വിളിക്കുക. അതല്ലാതെ വേറെ വിളിക്കാൻ ചമ്മലാണ്. മറ്റാകുമ്പോൾ സാർ ഹാപ്പി ഓണം സാർ, വിഷാണോ സാർ, സുഖമായിരിക്കും സാർ. അപ്പോൾ ഒരു ദിവസം ഒരു ഡയറക്ടറിനോട് ചോദിച്ചു, ഇന്നാണല്ലോ നിങ്ങളെപ്പോൾ അവസരമോഹികൾ വിളിക്കാറുള്ളതെന്ന്. എനിക്ക് ഭയങ്കര വിഷമം തോന്നിയത്. ഞാൻ അതിനുശേഷം ഒറ്റ ഡയറക്ടറെ വിളിച്ചിട്ടില്ല, ഇന്നത് വരെ വിളിച്ചിട്ടില്ല. അത് ഇപ്പം എനിക്ക് പരിചയമുള്ളവരാണെങ്കിൽ പോയി സംസാരിക്കാം, അല്ലെ വിഷസ് ആ പരിപാടി നിർത്തി. അതെനിക്ക് ഭയങ്കര ഇങ്ങനെ പക്ഷേ അതിൻ്റെ പേരിൽ ഞാൻ ഭയങ്കര സങ്കടപ്പെടുക അങ്ങനെയൊന്നുമല്ല. പക്ഷേ എൻ്റെ മനസ്സിൽ കൊള്ളുന്ന ചില വാക്കുകളാണ്. അന്നിപ്പോൾ അവർ ആ അമ്മ മറ്റേ പെണ്ണിനോട് പറഞ്ഞ പോലെ നിങ്ങളുടെ അനീഷ് അതുവഴി പോയാടെ എന്ന് ചോദിച്ചപ്പോൾ എനിക്കത് ഫീൽ ചെയ്തു. പക്ഷേ ഞാൻ എൻ്റെ പേരിൽ പ്രതിഷേധമോ പ്രകടനങ്ങളൊന്നും നടത്തിയില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു മുറിവായിട്ട് ഇപ്പോഴും നിൽപ്പുണ്ടത്. ഈ സാറ് പറഞ്ഞത് എനിക്ക് വളരെ വിഷമം തോന്നി. പിന്നീട് അദ്ദേഹം എന്നോട് വളരെ കൂട്ടായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്, സാഹചര്യം വന്നിട്ടുണ്ട്. പക്ഷെ ഞാനത് പറഞ്ഞിട്ടില്ല പുള്ളിയോട്. പക്ഷെ അത് മോശമാണ്, അങ്ങനെയൊന്നും പറയരുത് നമ്മൾ. കാരണം എന്താ പറയുന്നത്, പ്രത്യേകിച്ച് ഇതിലൊന്നും ആർക്കും ഒന്നും ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്ന പോലെ ആർക്കാണ് എപ്പോഴാണ് ഒരു സാഹചര്യം, ഒരു അവസരം, ഒരു സന്ദർഭം വരുന്നത് ഒരാൾക്കും പറയാൻ പറ്റില്ല. ചിലപ്പോൾ അതൊന്നും മനസ്സിൽ വെച്ചിട്ടായിരിക്കില്ല, അന്നേരം നാവിന്ന് അവർക്ക് അങ്ങ് പറഞ്ഞു. പക്ഷെ അത് കേൾക്കുന്ന ആൾക്ക് നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെയും കൂടി ആണെങ്കിൽ നമ്മളത് എത്രത്തോളം നമ്മളെ വേദനിപ്പിക്കും അല്ലെ കേൾക്കുന്ന ആൾക്ക്. അതുകൊണ്ട് നാവിൽ നിന്ന് നമ്മൾ പോകുന്ന ഓരോ വാക്കുകളും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. പുതിയതായിട്ട് അതുകൊണ്ടാണ് ഞാൻ എനിക്കത് ഇപ്പോഴും പറയാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മോഹനം എന്ന സീരിയൽ ആദ്യമായിട്ട് അഭിനയിക്കാൻ വരുന്ന സമയത്ത് ഹൈഷം എന്നൊരു നാടനുണ്ടായിരുന്നു. ഹൈഷമൊക്കെ പുള്ളി ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല എനിക്ക്. അപ്പോൾ അദ്ദേഹം ടേബിളിലിരിക്കുക, PTP നഗറിലൊരു വീട്ടിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ. അപ്പോൾ ഞാൻ വന്ന് ആദ്യം ഇരുന്നിട്ട്, അപ്പോൾ ചേട്ടൻ വന്നപ്പോൾ ഞാൻ എഴുന്നേറ്റങ്ങ് മാറി. അപ്പോൾ ഇരിക്കുക നീ ഇരിക്കുക, എനിക്ക് പിന്നെയും വരും, നീ ഇവിടെ ഇരി എന്ന് പറഞ്ഞ് പുള്ളി എന്നെ തോല് പിടിച്ച് ഇരുത്തി. പുള്ളി അങ്ങനെ നോക്കി. എനിക്ക് വലിയ ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല അത്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും ഇപ്പോഴും എൻ്റെ ലൊക്കേഷനിൽ, എൻ്റെ സെറ്റിൽ, അപ്പം ഞാൻ അഭിനയിക്കുന്ന സീരിയലിൽ ഒരാൾ വന്നാൽ, ഒരു പുതിയ ആൾ വന്നാൽ, ഇപ്പോൾ ഒരുപാട് പേര് എന്നെ പലയിടത്തും പറഞ്ഞ് ഞാൻ കേൾക്കാറുണ്ട്. ഞാൻ സപ്പോർട്ടീവ് ആണെന്ന് പറയാറുണ്ട്. ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ ഉണ്ണി മുകുന്ദൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ അത് എനിക്ക് നാളെ ഉണ്ണി മുകുന്ദനാകുമെന്നൊന്നും അറിഞ്ഞിട്ടല്ലല്ലോ നമ്മൾ പറയാം. ഞാൻ തമിഴ്ന്ന് AVM സ്റ്റുഡിയോയുടെ ഫ്രണ്ട് നിൽക്കുമ്പോൾ ഉണ്ണി പറഞ്ഞ അറിവാണ് എനിക്കുള്ളത്. ഉണ്ണി പറയുമ്പോഴാണ് ഞാൻ അറിയണം ഞാൻ അങ്ങനെ ചെയ്തെന്നുള്ളത്. ഞാൻ ചായ കുടിക്കാൻ നിൽക്കുന്ന ഒരു മെറൂൺ കളർ ടീഷർട്ടൊക്കെ ഇട്ട് ഷോർട്ട്സൊക്കെ ഇട്ട് ഞാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഉണ്ണി എന്ന് പറഞ്ഞ് ഫാനാണ്, അമ്മയ്ക്കൊക്കെ വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചായ മേടിച്ചു കൊടുത്തു, എന്നിട്ട് കുറേ നേരം സംസാരിച്ചു എന്നൊക്കെയാണ് ഉണ്ണി പറയുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയില്ല. പക്ഷേ കാരണം ഞാനിത് അങ്ങനെയല്ല, ഞാൻ എല്ലാവരോടും ഇങ്ങനെയാണ്. ഇപ്പോഴും സെറ്റിൽ വരുന്ന ഒരാളോട് അത് വലിപ്പ ചെറുപ്പമില്ലാതെ പുതുതായിട്ട് അത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഹൈഷമൊക്കെ എന്നോട് കാണിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ പലരും എന്നോട് പറഞ്ഞതൊക്കെ ആയിരിക്കും.
ഇനിയിപ്പോ ഞങ്ങളുടെ വക ഒരു ചെറിയൊരു സമ്മാനം ഉണ്ട് കേട്ടോ. മൈൽ സ്റ്റോണിന്റെ വക ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് ഇത്. കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് ആണ്. ദ ഹാമ്പർ ക്യൂ എന്ന് പറയുന്നത് അവർ തരുന്ന ഒരു കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് ആണ് ഇത്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഈ ഒരു വർഷം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുമ്പോ ഞങ്ങളെ യെസ് ഈ ഒരു സമ്മാനത്തോടു കൂടി, എന്നിട്ട് ഈ ഒരു സമ്മാനം കിട്ടിയതിൽ പുതുവർഷം വരുമ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഈ എല്ലാരും എപ്പോഴും ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ പറ്റട്ടെ, എല്ലായിടത്തും എവിടെ നോക്കിയാലും അവിടെയൊക്കെ അനീഷ് എന്ന് പറയുന്ന ഒരാളുണ്ടാവട്ടെ. തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട്. എല്ലാവരും ഈ പറഞ്ഞ പോലെ ഡിസംബർ 12-ന് ഞങ്ങളുടെ സിനിമ ശ്രീ അയ്യപ്പൻ വരികയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സിനിമ കാണണം, പ്രോത്സാഹിപ്പിക്കണം.